ശ്രീ എം എന്ന എഴുത്തുകാരൻ ഗുരുസമക്ഷം എന്ന തൻ്റെ ആത്മകഥയിൽ മായിയമ്മയെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വിവരിച്ചിരുന്നു. നക്സലൈറ്റായിരുന്ന ഫിലിപ്പ് എം പ്രസാദിന് ആദ്യത്തെ ആത്മീയമായ ഉണർവ് ഉണ്ടായത് മായിയമ്മയിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വാനമ്പാടി KS ചിത്രയുടെ അമ്മ കുട്ടിയായിരുന്ന ചിത്രയെ കയ്യിലെടുത്തുകൊണ്ട് മായിയമ്മയെ സന്ദർശിച്ചിട്ടുണ്ട്. കുട്ടിയെ കണ്ടപ്പോൾ മായിയമ്മ ഗീത് കി റാണി എന്ന് പറഞ്ഞുവെന്നാണ് കേട്ടുകേൾവി. മായിയമ്മ എന്ന പേരിൽ കവി മധുസൂദനൻ നായർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. 1986 മായിയമ്മ തൻ്റെ പ്രിയഭക്തനായിരുന്ന രാജേന്ദ്രൻ്റെ കുടുംബത്തോടൊപ്പം സേലത്തേക്ക് പോയി. സേലത്ത് നിന്നും ഏർക്കാട് പോകുന്ന വഴിയിൽ ചിന്നക്കൊല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിൽ രാജേന്ദ്രൻ്റെ കുടുംബത്തോടൊപ്പമാണ് മായിയമ്മ കഴിഞ്ഞിരുന്നത്.